ഇതാമേ, വഴിന്ന് പോസ്റ്റ്മാനെ കണ്ടു. സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ വേണം? എന്താ വിശേഷം? ദേ കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ എന്ന് സസ്നേഹം. അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാമല്ലോ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പിൽ കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണി ഓർഡറെങ്കിലും കൂടെ അയക്കാൻ മേലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സാവിത്രി, ഞാനൊന്നും ഓർത്തില്ല. അതങ്ങനെ സംഭവിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്കിങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയും ഒരു അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മോളെ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്ന? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്തിഷ്ടമാണെന്നോ. വേണ്ട. സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക? ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്. എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള, ഇത് മതി. എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്. സാവിത്രി, വാതിൽ ചേർന്നോളൂ.
അല്ല ഇത് എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല. സാവിത്രി. ആ സാവിത്രി. അതെ, അവളുണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ. നിന്നെ പോലുള്ള അലവലാദികൾക്ക് കയറിറങ്ങാനുള്ള സ്ഥലമല്ല. അതാണ് ഓർത്ത്. ശരാട്ടാ, എന്താ ശരാട്ടാ? കൈയൊക്കെ സുഖമായോ? ഓ, പിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണ്? ഒരുത്തൻ കിടന്ന് കുരക്കലുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ അവനെ പോൻ. വേണ്ട ശരാട്ടാ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരികയല്ല. വന്നാ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ. അടുത്ത ദിവസം വരണം കേട്ടോ. ആ. സാത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ? ഈ കാളവണ്ടിക്കാരൻ. ദേ, ഇതൊന്നും നല്ലതല്ല, നമുക്ക് കയറുന്നതല്ല. എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ? ആങ്ങളെയല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ? അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും. അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കെന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്.